ഇന്നിപ്പോൾ BJP രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കൂ. പാലക്കാട്, മലമ്പുഴ, തിരുവല്ല, കാസർഗോഡ്, മഞ്ചേശ്വരം, ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. ജയിപ്പിച്ചു വിട്ട കഴക്കൂട്ടം മണ്ഡലം പ്രധാനപ്പെട്ടതാണ്. നേമം മണ്ഡലം പ്രധാനപ്പെട്ടതാണ്. ചാത്തന്നൂർ മണ്ഡലം പ്രധാനപ്പെട്ടതാണ്. 3 മണ്ഡലങ്ങളിൽ ജയിക്കുകയും 6 മണ്ഡലങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പാർട്ടിയുടെ ദേശീയ പദവി സ്ഥാനം സാങ്കേതികമായി നഷ്ടപ്പെടുന്നു എന്നതിനും അപ്പുറത്തേക്ക് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ വളർച്ച അത് CPയുടെ നഷ്ടത്തിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം, പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ മമതാ ബാനർജി വരുമ്പോൾ അവിടെ CPMൽ നിന്ന് കൂട്ടത്തോടെ വോട്ടുകൾ നടന്ന് മമതാ ബാനർജിയിലേക്ക് പോകുന്നത്, ആ മമതാ ബാനർജിയിലേക്ക് പോയ വോട്ടുകൾ ഇന്ന് കൂട്ടത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ്? BJPയിലാണ് എന്നുള്ളതാണ്. അതായത് ആദ്യം CPMൽ നിന്ന് ഡയറക്റ്റ് BJPയിലേക്ക് പോകുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ എളുപ്പം CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് പോവുകയോ UDFിലേക്ക് പോവുകയോ അവിടെ നിന്ന് അത് BJPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് 2029 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ 2031 നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇപ്പോൾ 3 MLAമാർ മാത്രമുള്ള BJP ഏതു രീതിയിലായിരിക്കും വളരുക എന്നുള്ളത് CPM ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കുമോ, CPM തെറ്റുകൾ തിരുത്തി ജനവിശ്വാസത്തെ ആർജിച്ചെടുത്ത് 2016 2006 ഒക്കെ സമാനമായ രീതിയിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പാർട്ടി തിരുത്തണ്ടേ എന്ന് ചോദിച്ചാൽ, പാർട്ടി തിരുത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന സാധ്യതകളാണ്. ഒന്ന്, പാർട്ടിക്ക് സാങ്കേതികമായി ദേശീയ പദവി സ്റ്റാറ്റസ് നഷ്ടപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തത്, BJPയുടെ വളർച്ച CPMൻ്റെ തളർച്ചയിലാകും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. UDFിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിൽ നിന്ന് ഇനിയിപ്പോൾ BJPക്ക് അടുത്ത വളർച്ച ഉണ്ടാകാൻ പോകുന്നത് CPMൽ ഇപ്പോഴും നിൽക്കുന്ന അല്ലെങ്കിൽ ചോർന്നു പോയിരിക്കുന്ന വോട്ട് ബെൽറ്റുകളിലാണ് കടന്നു കയറാൻ പോകുന്നത് എന്നുള്ളതാണ്.